എടി അമ്മ സത്യം എനിക്ക് അറിഞ്ഞൂടാ ആരാ കത്ത് എഴുതിയെന്ന്. സത്യം പറഞ്ഞോ? നിങ്ങളുടെ താനിക്കോണം കണ്ടിട്ടില്ല. എടി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെന്ന്. എന്നാലും ഗർഭിണിയെ എന്റെ അടുത്ത് ചതി ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നി ദുഷ്ട? എന്താണ് ഇവിടെ എന്തോന്ന് ബഹളം? ഒരു പ്രശ്നമില്ല അച്ഛാ. പ്രശ്നമുണ്ട്. ഇത് കണ്ട അച്ഛന്റെ ചന്ദ്രമോഹൻ എന്ന പ്രേമലേഖനമാണ്, അതും ബൈ പോസ്റ്റ്. ഭാഗ്യത്തിനെ പോസ്റ്റ്മാൻ എന്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നു. അച്ഛാ സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛ ഇത് കേക്കണം. എന്റെ ജീവന്റെ ജീവനായ ചന്ദ്രു, കുളത്തിലെ മീനിന് പായലിനോടാണ് സ്നേഹം. കാരണം വീശിയെറിയുന്ന ചൂണ്ടക്കുളത്തിൽ നിന്നും അതിന് ഒളിഞ്ഞിരിക്കാൻ സഹായിക്കുന്നത് പായലാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു മീനും നീയൊരു പായലും ആവുന്നു. ഇനിയും ഉണ്ട് ഇതുപോലെ 5-6 വരി. അച്ഛനായോണ്ടേ ഞാൻ ബാക്കി വായിക്കണില്ല. എന്നിട്ടും അവസാനം US ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞ് പുളിമുട്ടായി ഒട്ടിച്ച് വെച്ചേക്കണു. ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ആരാണ് കത്തയക്കണേ? അഡ്രസ് എല്ലാം മാറി വന്നേയിരിക്കും. ഈ പരിസരത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. ഇത് വേലയിറക്കല്ലേ? എങ്ങനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളെപ്പോലെ ശ്രീലമ്മന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ പോകും. ഇനി എന്നെയോ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നു പോകരുത്. ഞാനും നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല. മോളെ ചാടിക്കയറി ഇങ്ങനത്തെ തീരുമാനം എടുക്കല്ലേ? ഇല്ല അച്ഛാ, ഞാൻ പോവും. പ്രേമരോഗി ചന്ദ്രു, നീ നിന്റെ പുളിമുട്ടയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇരുന്നോ? ഇത് എനിക്ക് വന്ന ലെറ്ററാണ്. അയ്യേ, അച്ഛൻ ഇത്രക്ക് ചീപ്പായിരുന്നാ? നാണം ഉണ്ട് അച്ഛന്. സ്വന്തം മോയെ രക്ഷിക്കാൻ നട്ടകുരുക്കാത്ത കള്ളം പറയണല്ലേ? സ്ത്രീകളോട് കൂട്ടു നിൽക്കുകയാണോ? മോശം. മോളെ സത്യം, ഈ നിൽക്കണ എന്റെ മോനാണ് സത്യം. ഇത് എനിക്ക് വന്ന ലെറ്ററാണ്. എന്റെ ഷീല എനിക്ക് എഴുതിയ ലെറ്ററാ. ഷീലയാ? എക്സ്ക്യൂസ് മീ, തൈലം വാങ്ങാൻ എക്സ്ട്രാ ഒരു കുപ്പി തരാനുണ്ടോ? ചന്ദ്രു. ഷീല? ചന്ദ്രുവാ? ബാലേന്ദ്രന്റെ ഷോർട്ട് ഫോം. പണ്ട് അവൾ അങ്ങനെയാ എന്നെ വിളിച്ചിരുന്നത്. പണ്ട് 33 വർഷമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കാരണം ആളാകെ മാറിപ്പോയി. ഞാൻ വാദത്തിന് മരുന്ന് വാങ്ങാൻ വന്നതാ. ചന്ദ്രുവോ? ഞാൻ എൻ്റെ ഡിസ്ക് തേയ്മാനത്തിന് മരുന്ന് വാങ്ങാൻ വന്നതാ. സുഖമല്ലേ? കുടുംബമൊക്കെ? ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഒരു മോന. അവ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു മദാമ്മ മോളെയും കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായി. ചന്ദ്രുവിൻ്റെയോ? എൻ്റെ വൈഫ് മരിച്ചിട്ട് 20 വർഷമായി. ഒരു മോൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നാട്ടിലുണ്ട്. എൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്ന അവനാണ്. ലോലഹൃദയനും കവിയും കലാകാരനും ഒക്കെ ആയിരുന്നു ചന്ദ്രു. ഇപ്പം ബിസിനസ്സുകാരനായോ? നിന്നെ നഷ്ടപ്പെട്ട അന്ന് തന്നെ ആ ചന്ദ്രു മൺമറഞ്ഞു പോയി ഷീലേ. ഒന്ന് നിർത്തോ ഈ ക്രിഞ്ച് മഴ. ഫ്ലാഷ് ബാക്ക് ഫുള്ളൊന്നും കാണാൻ വയ്യ. സ്ട്രേറ്റ് കാര്യം പറഞ്ഞാ. ഞാനും ഷീലയും തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു. എനിക്ക് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ തന്ത വേറെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. ആ ദേഷ്യത്തിലാണ് ഞാൻ ബിസിനസ് തുടങ്ങിയതും പിന്നെ നിന്റെ അമ്മയെ കല്യാണം കഴിച്ചതും. ഇപ്പൊ പിന്നെ ഞങ്ങൾ വീണ്ടും കണ്ടപ്പോ രണ്ടും കൂടെ വീണ്ടും കയറി പ്രേമിക്കാൻ തുടങ്ങിയല്ലേ? അവിടെ ഭർത്താവ് മരിച്ച് ഇവിടെ ഭാര്യ മരിച്ച്. നല്ല ചാൻസ് അല്ലേ? അച്ഛൻ ഞങ്ങളെ കുറിച്ച് ഓർത്താ? ഡിസ്ക് തേയ്മാനത്തിന് കുഴമ്പ് വാങ്ങിക്കാൻ പോയി നിങ്ങൾ വാദത്തിന് കുഴമ്പ് വാങ്ങിക്കാൻ വന്നൊരു പ്രേമത്തിലായി. എടാ, രണ്ടാമത് കെട്ടാൻ പറ്റിയ ടൈം അല്ല. അത് പിന്നെ ഞങ്ങൾക്ക് മുണ്ടരുത്. അപ്പൊ നിങ്ങളുടെ എക്സ് നിങ്ങളെ വിളിച്ചിരുന്ന ചെല്ലപ്പേരാണ് എനിക്കിട്ടല്ലേ? എടി നിനക്കറിയാമോ, അമ്മ മരിക്കണവരെ എപ്പോഴും പറയുമായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് എനിക്കിടെ എങ്ങനെ സമ്മതിച്ചില്ല എന്ന്. പാവം എൻ്റെ അമ്മ. അല്ല ചെറുക്ക, നിന്റെ അമ്മ നിനക്കിടാൻ വെച്ചിരുന്ന പേരേ അവളെ അച്ഛൻ്റെ പേരാണ്, ശാരിംഗാധരൻ പിള്ള. ഈ പേരിട്ടേന് നീ എന്നെ പൂട്ട് പൂജിക്കണം. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മോശമാണ്. വയസ്സാങ്കാലത്തോടെ കാണിച്ചു വെച്ചിട്ടേ ഞങ്ങളെ പുറത്ത് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാക്കരുത്. അച്ഛാ, ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചന്ദ്രു, ഇതൊന്നും നടക്കൂല. എൻ്റെ മോൻ ഇതൊന്നും കുഴപ്പമില്ല. കാരണം അവൻ ഓസ്ട്രേലിയയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ നാട്ടിൽ ജീവിക്കുന്ന തൻ്റെ മോനും മരുമോളും ഇത് എതിർക്കുക തന്നെ ചെയ്യും. എതിർക്കണമല്ലോ, എങ്കിലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. മനസ്സിലായില്ല? എടോ, ഇന്നലെ എൻ്റെ മോനും മരുമോളും വന്നിടന്ന് ചാടിയപ്പം പണ്ട് എൻ്റെ അച്ഛനും അമ്മയും ചാടിയപ്പോൾ ഉള്ള അതേ ഫീലായിരുന്നു എനിക്ക്. അതിന് അന്ന് തോറ്റു കൊടുത്താൽ നമ്മൾ ഇത്തവണ ജയിക്കും. നമ്മൾ തീരുമാനിച്ച പോലെ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കും. പക്ഷെ ചുമ്മാ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ത്രില്ലില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ പ്രേമിക്കാൻ തുടങ്ങുന്നു. ഒരു 25 വയസ്സുള്ള കാമുകന്മാരെ പോലെ നമ്മൾ പ്രേമിക്കും. വീട്ടുകാരെ എതിർക്കും. നമ്മൾ അവരെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും പ്രേമിക്കും. ഒടുവിൽ നമ്മുടെ പ്രേമത്തിന് മുന്നിൽ മുട്ടുകുത്തി അവർ നമ്മുടെ കല്യാണം നടത്തിത്തരും. അതല്ലേ ഹീറോയിസം. സൂപ്പർ ഐഡിയ. പറ ചന്ദ്രു പറ. ഞാനല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്.
നീ ശീല പറ. ഷുവർ. പറന്നേ. പറ മോനെ പറ. ഞാൻ തീർച്ചയായിട്ടും ഷട്ടുപുത്തിക്ക് വരും. പിന്നെ അച്ഛാ മെഡിസിൻ. അതേ രേവതി ബിപിക്കുള്ള മരുന്നും കൊണ്ട് വന്നാണ്. പോയി. ആ അത് ശരി. പിന്നെ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് എന്ത് ഗിഫ്റ്റ് തരും? അതൊക്കെ ഉണ്ട്, അതൊക്കെ സർപ്രൈസ് അല്ലേ. എങ്ങനെയുണ്ട് സാർ, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ഹോർഡിങ്സും ബോർഡും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ദിയെന്നാണ്. പക്ഷെ നിങ്ങൾക്ക് മെമൻറ്റോസ് ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സാർ, ഞങ്ങൾ ഈ MK മെമൻറ്റോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഞങ്ങൾ കൂടുതലും ഇതുപോലെ യൂണീക്ക് ആയിട്ടുള്ള മെമൻറ്റോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓ അത് ശരി. ഞങ്ങളുടെ കമ്പനിയുടെ 30th ആനിവേഴ്സറി ഈ വരുന്ന 12th അപ്പോൾ ഞങ്ങളുടെ എംപ്ലോയീസിനൊക്കെ ഒരു സ്പെഷ്യൽ മെമൻറ്റോസ് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്ന മോനാണ്. ഞാൻ അവനോട് കോൺടാക്ട് ചെയ്യാൻ പറയാം. ഷുവർ സാർ. സാറിന് ഞങ്ങളുടെ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതെല്ലാം സ്പെഷ്യലി ക്രാഫ്റ്റഡ് ആണ്. പിന്നെ സാറിൻ്റെ എംപ്ലോയീസ് സാറിന് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ഇടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മൊമെൻറ്റോസും ആ എഫേർട്ടിനൊക്കെ വാല്യൂ ചെയ്യുന്ന രീതിയിലായിരിക്കണ്ടേ. തീർച്ചയായിട്ടും അത് വേണമല്ലോ. പിന്നെ സാർ, ഈ കസ്റ്റമൈസ്ഡ് മൊമെൻറ്റോസ് ആണെന്ന് വെച്ച് സാറിൻ്റെ പോക്കറ്റ് കാര്യമാവുമെന്നൊന്നും പേടിക്കേണ്ട. ഞങ്ങൾ എല്ലാ ബഡ്ജറ്റിലും മൊമെൻറ്റോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഓൺ ടൈം ഡെലിവറിയും ഉണ്ട്. അത് കൊള്ളാമല്ലോ. അച്ഛാ, അയ്യോ, ഇതാണ് സാറിൻ്റെ മോൻ ചന്ദ്ര. സാർ ഓൾറെഡി ഓർഡർ തന്നല്ലോ. ഓഫീസ് ആനിവേഴ്സറിക്കുള്ള മൊമെന്റോടെ ഓർഡർ ഞാൻ കൊടുത്തായിരുന്നു. ഡെമോ ആണോ വന്നത്? അല്ല, അച്ഛൻ എന്താ ഇവിടെ? സാറ് വൈഫിന് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാ. വൈഫിന്? ആരുടെ വൈഫിന്? അത് നമ്മുടെ ഓഫീസിലെ ജോൺസന്റെ വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കട്ടെ. ഈ ജോൺസനെ അങ്ങനെ ഭാര്യയുടെ അച്ഛൻ്റെ ഫോട്ടോയും കൂടെ അച്ഛനാണ് മൊമെന്റ് അടിക്കുന്നത്. ഇവിടെ നോക്കട്ടെ. അയ്യോ, ഇത് ഇവർക്ക് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. കൂടുതൽ നമ്പർ ഇറക്കല്ലേ. ഞാൻ അച്ഛനും അച്ഛൻ മോനുമാണ്. പ്രായമാകുന്നതോറും വിവരം കുറഞ്ഞു വരാണെന്ന് തോന്നുന്നു. അച്ഛാ, ദേവി ഇത് നാണം കെടുത്തരുത്, അപേക്ഷയാണ്. വാലന്റൈൻസ് ഡേ കൊണ്ടാടാൻ പറ്റിയ പ്രായം. Again I am thrilled. ചേട്ടാ, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ പണി പാളും. അച്ഛ ഇതൊന്നും ഉടനെ നിർത്തുന്ന ഒരു ലക്ഷണവും കാണാനുള്ള. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കേൾക്കാൻ ഭാവമൊന്നുമില്ല. അപ്പോൾ ഇനി മര്യാദ ഇല്ലാത്ത പണി ഇറക്കാം ഞാൻ. നീ കണ്ടോ? സൗന്ദര്യം. എങ്ങോട്ട്? അച്ഛൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. എന്തിന്? ഒരു കൂട്ടിൽ. ഞാൻ മുടി വെട്ടാൻ പോണു. ഞാനും. അത് കഴിഞ്ഞ് എനിക്ക് ബാങ്കിൽ പോണം. എനിക്കും. ഞാൻ കുറേ ലേറ്റ് ആവും വരാൻ. എന്തേ? ഞാൻ കക്കൂസി പോണം, നീ കൂടെ വരണ? അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവിടെ അല്ലാതെ വേറെ എവിടെ വേറെ യു ഗോ ഐ ആം ദേർ. ഇത് ശീല, നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ മോൻ എന്നെ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കില്ല. കുഴപ്പമില്ല. അച്ഛൻ ഇറങ്ങണില്ലേ? ഇല്ലടാ, ഞാൻ ഈ ക്ലോസറ്റ് വഴി കാനഡയിൽ പോകാൻ പോണം. ഞാനും വരാം. പണ്ട് നീ കോളേജിൽ പട്ടപ്പാവടയൊക്കെ കൊടുത്ത് വരുമ്പോഴേ എന്തൊരു കലയായിരുന്നു അറിയാം. ഒന്ന് പോ ചന്ദ്രു. എന്ത്? എനിക്ക് അച്ഛൻ്റെ കൂടെ കിടക്കാൻ ഭയങ്കര കൊതി. അതുകൊണ്ട് ഇനി ഞാൻ ഇന്നോട്ട് ഇവിടെ കിടന്നോളാം. ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. ഉറങ്ങിക്കോ. വയസ്സായാലേ മിനിമം 8 മണിക്കൂർ ഉറക്കം വേണമെന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു താരാട്ട് പാട്ടും കൂടെ പാട്. അത് കേട്ട് ഞാൻ ഉറങ്ങാം. അടുത്തരാം. രാജിക്കാം. ഇന്ന് മരുമോളുടെ ചെക്കപ്പിന് അവർ പുറത്തു പോയതൊക്കെ നോക്കി ഞാൻ ചാടിയതാണ്. ചന്ദ്രു, മതി നമുക്ക് ഈ പ്രേമവും ത്രില്ലും ഒക്കെ. നമുക്കിനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. എനിക്കും മതിയായി. സദാസമയം അവൻ എൻ്റെ പുറകെയാണ്.
അവൻ്റെ വിചാരം ഇതൊരു ടൈം പാസ്സാണെന്നാണ്. ഇന്ന് ഞാൻ എന്തായാലും കാര്യം അവതരിപ്പിക്കും. പിള്ളേർ സമ്മതിക്കുമോ? അച്ഛൻ എന്തോന്ന് പറയണത്? വയസ്സാങ്കലത്ത് എന്തിന്റെ കുഴപ്പമാണ്? കല്യാണം കഴിക്കണം പോലും. അച്ഛ, ഒരു 6 മാസം കൂടെ കഴിഞ്ഞാലേ അച്ഛൻ ഒരു അപ്പൂപ്പ ആവാൻ പോവേണ്, അത് മറക്കരുത്. എനിക്ക് നോക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ബന്ധുക്കൾ എന്നെ ആദ്യം കളിയാക്കും. ഇവിടെ കുടുംബത്തിന്റെ മാനം പോവും. എന്റെ അമ്മയെ കുറിച്ച് ഓർത്ത അച്ഛൻ. എവിടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നീ സ്ത്രീയെ കണ്ടിരുന്നെങ്കിൽ ഇവരോട് അച്ഛൻ ഇറങ്ങി അങ്ങ് പോകുമായിരുന്നല്ലേ? അനാവശ്യം പറഞ്ഞാൽ അടിച്ചു നിന്റെ അമ്മയെ ഞാൻ എങ്ങനെ സ്നേഹിച്ചെന്നേ എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വളരെ കാര്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളവർ കൂടെ നിന്നാ മതി. എന്നാ അവരിവിടെ വരുന്നതിന്റെ അന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്ക് നാണം കെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരിടത്തും പോണില്ല, ഇങ്ങോട്ടാരും പൊറുതിക്ക് വരാൻ പോണില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആന്റി, ഈ പ്രായത്തിൽ അച്ഛൻ കല്യാണമൊക്കെ കഴിച്ചാൽ ഞങ്ങളുടെ അവസ്ഥ എന്താവും ആന്റി ചിന്തിച്ചിട്ടുണ്ടോ? മോളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് വേണ്ട, നിങ്ങൾ അച്ഛനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഇനി നിങ്ങളെ പറഞ്ഞിട്ടാണല്ലോ എൻ്റെ അച്ഛനെ പറ്റി ഞാൻ ചിന്തിക്കാൻ. നിങ്ങളെ കാണുന്ന അന്ന് വരെ എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് തന്നെ ഞങ്ങൾ നോക്കിയത്. അവൻ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് മോനെ. നിങ്ങൾ എന്നെ മോനെ വിളിക്കാന്നും വേണ്ട. നിനക്ക് എൻ്റെ മോൻ്റെ പ്രായം തന്നെ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ മോനെ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? ഈ സോപ്പടല്ലേ എൻ്റെ അച്ഛൻ വീഴും, ഞാൻ വീഴൂല. ചന്ദ്രു, അനാവശ്യം പറയരുത്. നിങ്ങൾ കാണിക്കാനാണ് അനാവശ്യം. ഭർത്താവ് മരിച്ച് മോനെ നാട്ടില നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൂട്ട് കാണും. എൻ്റെ അച്ഛനാവുമ്പോൾ ഒരു കൂട്ടുമായി കൈ നിറച്ച് കാശുണ്ട്. മേലാൽ എൻ്റെ അച്ഛൻ്റെ പുറകെ നിങ്ങൾ വരരുത്. കൈയും കണ്ണും കാണിച്ച് മയക്കിയെടുത്ത അവസാനം എൻ്റെ അച്ഛനെ നിങ്ങൾ എനിക്ക് ഇല്ലാതാക്കരുത്. നിങ്ങൾക്ക് പൈസ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം. പക്ഷെ അതിനുവേണ്ടി ഞങ്ങളുടെ കുടുംബം കുളമാക്കരുത് പ്ലീസ്. ഈ കള്ളക്കരച്ചൻ കണ്ടോണ്ടിരിക്കാൻ എന്നിട്ട് വരാൻ നോക്കൂ. ചേട്ടാ, ഇത്ര സമയമായിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ. ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. നീ ചുമ്മാ ടെൻഷൻ അടിക്കായിരിക്കും. അവരെ വിളിച്ച് പറഞ്ഞാണ് നമ്മളവിടെ ചെന്ന് സംസാരിച്ചതൊക്കെ. അതിന്റെ പണക്കം കാണിക്കാൻ വേണ്ടി ലേറ്റ് ആവണേ. എന്നാലും ചേട്ട ഇച്ചിരി ഓവറായിരുന്നു. ഇല്ലടി, ഞാനൊരു തട്ടവും താമൂലും വെച്ചിങ്ങനെ സ്വീകരിക്കാം. പക്ഷെ ചേട്ടാ, അവർ രണ്ടൊരു ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടിനെയും പിടിച്ചാൽ കെട്ടിക്കണം. ആരും കെട്ടിക്കണ്ട, ഞങ്ങളങ്ങ് കെട്ടി. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതാണ്. അമ്മ എന്ന് വിളിയടാ. ഇനി എവിടാണ് നിങ്ങൾക്ക് അമ്മ? അത് അച്ഛൻ മാത്രമാണ് തീരുമാനിച്ചാൽ മതിയാ. പിന്നെ എന്റെ കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചപ്പം ഞാൻ എതിർത്തോ? ഇല്ലല്ലോ. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിക്കുമ്പോൾ നീയും എതിർക്കേണ്ട കാര്യമില്ല. എന്റെ പ്രായമാണോ നിങ്ങൾക്ക്? അപ്പൂപ്പനാവാറായി അപ്പോഴാണ്. എടാ, നിന്റെ അമ്മ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ സ്നേഹിക്കാൻ പാടില്ലേ? അപ്പൂപ്പനായി പോയതുകൊണ്ട്. ഒരു പേര് വിവരമില്ലാതെ സംസാരിക്കില്ലേട്ടാ. ചേട്ടാ, മതി, ഒന്ന് നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ഒരു കാര്യമില്ല. ഇതിനൊരു തീരുമാനം വേണം. അച്ഛാ, നാളെ തൊട്ട് നമ്മുടെ നാട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും? അച്ഛൻ പറയണം. നമ്മൾ അച്ഛനെ നന്നായിട്ടല്ലേ നോക്കണം. എന്തിനെങ്കിലും ഒരു കുറവ് വെച്ചിട്ടുണ്ടോ? നമ്മളെ സമയാസമയത്തിന് ആഹാരവും മരുന്നും തന്ന് മാസത്തിലൊരിക്കൽ ഡോക്ടറെയും കൊണ്ട് കാണിച്ചാൽ എല്ലാം ആയെന്നാണ്. അതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ. ഇതെല്ലാം കൂടിപ്പോയതിന്റെ കുഴപ്പമുണ്ട്. എടാ, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വെറുതെ ഒരു 10 മിനിറ്റ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ഒരു ദിവസം പറയടാ. എന്ത് ഓർമ്മ വരണില്ലേ? നീ എനിക്ക് എന്നും ആഹാരം തരുന്ന എൻ്റെ മോള് പറ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണ് അറിയാമോ? മക്കളെ, നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെലവഴിക്കാൻ സമയമില്ല. നാളെ ഒരു കുഞ്ഞുകൂടി ആയാലോ, പിന്നെ പറയുകയും വേണ്ട. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ജീവിതം അങ്ങനെയാണ് മോളെ. ഇവൻ്റെ അമ്മ മരിച്ച് 20 വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു. അത് ഇവനെ വളർത്താനും നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുപ്പിക്കാനും വേണ്ടിയായിരുന്നു. ഇപ്പം അവനൊരു ജീവിതമായി, ബിസിനസ്സും അവൻ നോക്കി നടത്തുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണ്ടേ? കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസം. 3 നേരം ഫോണിൽ മോൻ വിളിക്കും, കാര്യങ്ങൾ ചോദിക്കും, വയ്ക്കും. എന്നെ അന്വേഷിച്ച് ആരും വരാറുമില്ല.
ഞാൻ അങ്ങോട്ട് പോകാറുമില്ല. അങ്ങനെ ഒരു ജീവൻ ജീവിച്ച് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. മോനെ, നിന്റെ അച്ഛൻ്റെ പണം കണ്ടിട്ടൊന്നല്ല ഞാൻ വന്നത്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടാണ്. ഞാൻ ഷീലയുടെ വീട്ടിലോട്ട് താമസം മാറുകയാണ്. നാട്ടുകാർ ചോദിച്ചാൽ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ നാണക്കേടങ്ങ് മാറിക്കിട്ടും. എന്താ വയസ്സായപ്പന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടു സാധനങ്ങളും മേടിച്ച് കൊച്ചുമക്കളെ നോക്കി കാലം കഴിക്കണമെന്ന് വിചാരിക്കരുത്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കും ഒരു കൂട്ട് വേണം. ബാ. വയസ്സാം കാലത്ത് അച്ഛനോ അമ്മയോ ഒരു കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു കൂട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് വെറും നാണക്കേടാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മക്കൾ. നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഈ പ്രായത്തിലാണോ പ്രേമവും കല്യാണവും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന മക്കൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഇമോഷണൽ നീഡ്സിനെ പറ്റിയോ അവരുടെ ഒറ്റപ്പെടലിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാറ് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇനി മക്കൾ എത്ര നന്നായിട്ട് നോക്കിയെന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ലോൺലിനെസ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇനിയെങ്കിലും ഓൾഡ് ഏജ് മാരേജിനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചായി നോക്കിക്കാണാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ഈ സമൂഹം തയ്യാറാവും. കാരണം സ്നേഹിക്കാനും സന്തോഷിക്കാനും ഈ ലോകത്ത് ഒരു ഏജ് ലിമിറ്റും ഇല്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നതാണ്. താങ്ക് യു. ഇനിയെങ്കിലും ഈ സമൂഹം ഓൾഡ് ഏജ് മാരേജിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓൾഡ് ഏജ് മാരേജിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. SK Talksന്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു. MK Mementos. Discover unique and memorable mementos, perfect for every occasion.